ടൈപ്പ് ഓഫ് ഇഫക്റ്റ് ആണ് ഫെറാൻഡി ഇഫക്റ്റ്. ആ ഇഫക്റ്റ് എന്താന്ന് വെച്ചാൽ സെൻഡിങ് എൻഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സെൻഡിങ് എൻഡിൽ നിന്ന് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് റിസീവിംഗ് എൻഡിൽ എത്തുമ്പോഴത്തേനും എന്താ ചെയ്യേണ്ടത്? കുറയാനുള്ളത്. ബിക്കോസ് എന്താ വെച്ചാല് സെൻഡിങ് എൻഡിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേനും ആ ട്രാൻസ്മിഷൻ ലൈൻ ഡ്രോപ്പ് ഉണ്ടാവും. ട്രാൻസ്മിഷൻ ലൈൻ ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്ത് കൈൻഡ് ഓഫ് ഡ്രോപ്പ് ആണ്? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അല്ലെ? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അപ്പൊ ഈ ട്രാൻസ്മിഷൻ ലൈനിലെ വോൾട്ടേജ് ഡ്രോപ്പും കഴിഞ്ഞിട്ട് റിസീവിംഗ് എൻഡിൽ കിട്ടേണ്ട വോൾട്ടേജ് കുറവായിരിക്കും. അതാണ് യൂഷ്വലി സംഭവിക്കുന്ന കേസ്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻസിലും ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിലും അതിന്റെ ലെങ്ത് കൂടുന്നത് കൊണ്ടും വോൾട്ടേജിന്റെ റേറ്റ് കൂടുന്നത് കൊണ്ടും നമ്മൾ സെൻഡ് ചെയ്യുന്ന വോൾട്ടേജിന്റെ അല്ലെങ്കിൽ സെൻഡിങ് എൻഡിലെ വോൾട്ടേജിനേക്കാൾ ഒരുപാട് ഹയർ ആയിരിക്കും റിസീവിംഗ് എൻഡിൽ കിട്ടുന്ന വോൾട്ടേജ്. ആക്ച്വലി അങ്ങനെ വരാനുള്ള ചാൻസുകൾ ഒന്നും തന്നെ ഇല്ല അല്ലെ? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന ഫിനോമിനൻ ഓർ ദ ഇഫക്റ്റിനെയാണ് നമ്മൾ ഫെറാൻഡി ഇഫക്റ്റ് എന്ന് പറയുന്നത്.